So dear students, ഈ ഒരു വീഡിയോയിൽ ജോൺ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോൺ റോൾസ് എന്ന് പറയുന്ന ഫിലോസഫറാണ്, പൊളിറ്റിക്കൽ ഫിലോസഫറാണ് ഇങ്ങനെയൊരു തിയറി ഡെവലപ്പ് ചെയ്തത്. ഇതൊരു ക്രൈറ്റീരിയ ഓഫ് സോഷ്യൽ വെൽഫെയർ ആണ്. ഹിസ് തിയറി വാസ് ബേസ്ഡ് ഓൺ ഹൈ ഡിഗ്രി ഓഫ് ഇക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അതായത് ഈഗാലിറ്റേറിയൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്ന് പറയുന്നതിനെയാണ് അദ്ദേഹം കൂടുതലായിട്ട് അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ലിബറൽ ഈഗാലിറ്റേറിയൻ മോഡൽ ഓഫ് ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ്. ഈഗാലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ കൂടുതലും ഇക്വാലിറ്റി എന്ന് പറയുന്നത് എൻഷുർ ചെയ്യുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്ന തുല്യ നീതി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വർക്ക് തിയറി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആണ്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സൊസൈറ്റി യു വാണ്ട് ടു ലീവ്, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ളത്. അതായത് ഏത് ടൈപ്പ് ഓഫ് സൊസൈറ്റിയിലാണ് നിങ്ങൾക്ക് ലീവ് ചെയ്യാൻ ഇഷ്ടം, ആൻഡ് എന്താണ് എ ഗുഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. സോ വിൽ സെലക്ട് എ സൊസൈറ്റി വേർ അവർ ഇൻട്രസ്റ്റ് ആർ പ്രിവിലേജ്ഡ് പൊസിഷൻ. നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു ഇടമാണ് നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാം. ഓക്കെ, ബട്ട് ദിസ് ഈസ് അൺഫെയർ ആൻഡ് അൺജസ്റ്റ്. അതായത് ഇങ്ങനെ ഒരു കാര്യം അൺഫെയർ ആണ്, അതുപോലെ തന്നെ അൺജസ്റ്റ് ആണെന്നാണ് പറയുന്നത്. സോ ദ ബേസിസ് ഓഫ് സൊസൈറ്റി ഈസ് ബേസ്ഡ് ഓൺ ടാസിറ്റ് എഗ്രിമെന്റ്. അതായത് കോൺട്രാക്ട് അല്ലെങ്കിൽ എഗ്രിമെന്റ്, അതിന്റെ ബേസിസ് ആണ് നമ്മുടെ സൊസൈറ്റി നിൽക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീഡം കൊടുക്കുക. അതായത് ഈക്വൽ റൈറ്റ്, വോട്ട് ചെയ്യാൻ തുല്യ അവകാശം, അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് തോട്ട്, ദാറ്റ് ഈസ് ഈക്വൽ റൈറ്റ്. അതായത് ഈക്വാലിറ്റി ഇൻ തിങ്കിങ്, ഈക്വാലിറ്റി ഇൻ സ്പീച്ച്, അല്ലെങ്കിൽ ഈക്വാലിറ്റി ഓഫ് പ്രോപ്പർട്ടി, എല്ലാം ഒരു തുല്യ നീതി എന്ന് പറയുന്നതാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടതെന്നാണ്. മാക്സിമം ഫ്രീഡം കൊടുക്കുക എന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഈക്വൽ ലിബർട്ടി പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഫെയർനെസ് പറയുന്നത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ജോലിയായിട്ടോ അല്ലെങ്കിൽ സ്കില്ല് കിട്ടാനുള്ള അവസരങ്ങൾ എല്ലാം ഈക്വൽ ആയിരിക്കണം. എല്ലാവർക്കും കിട്ടുന്ന അവസരങ്ങൾ അവിടെ തുല്യമായിരിക്കണം. ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈക്വാലിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഇനീക്വാലിറ്റി ഉണ്ടാവാം, പക്ഷേ നമ്മുടെ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പോളിസി എന്ന് പറയുന്നത് എപ്പോഴും വേഴ്സ് ഓഫിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുവാണ് റോൾസ് ചെയ്തിട്ടുള്ളത്. ഈച്ച് മസ്റ്റ് ബി ട്രീറ്റഡ് എക്സാക്ട്ലി ആസ് വൺ ഡിസേർവ്. ഒരാൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ അയാൾ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. മെറിറ്റ് തിയറി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെറിറ്റ് എന്ന് പറയുന്നത് ആണ് റിവാർഡ്സിൻ്റെയും പണിഷ്മെൻറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത്. റിവാർഡ്സും പണിഷ്മെൻറ്റും നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മെറിറ്റിൻ്റെ ബേസിസിലാണ്. നീഡ് തിയറി ഓഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അഡ്വാൻറ്റേജ് പീപ്പിൾ ഷുഡ് ബി ഗിവൺ പ്രയോറിറ്റി. ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഏറ്റവും കുറഞ്ഞ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആർക്കാണോ അവസരം കിട്ടാത്ത അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നമ്മൾ കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഈച്ച് പേഴ്സൺ ഷുഡ് ഹാവ് മച്ച് ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം എല്ലാവർക്കും കൊടുക്കണം എന്നാണ് പറയുന്നത്. ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ടു ദ ലീസ്റ്റ് അഡ്വാൻറ്റേജ് മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയിൽ ലീസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. ഇൻഡിവിജ്വൽ ഡിസൈഡ് ഹൗ ദ സൊസൈറ്റി ക്യാൻ ബി ഓർഗനൈസ്ഡ്. അതായത് ഓരോ ഇൻഡിവിജ്വലാണ് സൊസൈറ്റി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. Individual don't know his or her position that is going to occupy in the society, maybe rich, poor, privileged, underprivileged, before taking decision. അതായത് ഇൻഡിവിജ്വലാണ് സൊസൈറ്റിനെ കുറിച്ചിട്ട് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഒരു സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇൻഡിവിജ്വലാണ്. പക്ഷേ ഈ ഇൻഡിവിജ്വലിന് എന്താ അറിയത്തില്ല, ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് അവർക്കറിയില്ല. അതായത് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അവർക്കറിയില്ല എന്താണ്, എങ്ങനെയായിരിക്കും എൻ്റെ റോള്, ഞാൻ റിച്ച് ആവുമോ, ഞാൻ പുവർ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ പ്രിവിലേജ്ഡ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ്ഡ് ആയിരിക്കുമോ എന്ന് ഇൻഡിവിജ്വലിന് ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അറിയത്തില്ല. ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഒരു ഇൻഡിവിജ്വലിന് അറിയത്തില്ല ഞാൻ എന്തായി തീരുമെന്നുള്ളത്. ഈ ഒരു ലാക്ക് ഓഫ് നോളജിനെയാണ് റോൾ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഫിലോസഫർ പറയുന്നത് വെയിൽ ഓഫ് ഇഗ്നോറൻസ്.
ലാക്ക് ഓഫ് നോളജ്. അതായത് നമ്മൾ പറഞ്ഞു ഇൻഡിവിജ്വൽ ആണ് സൊസൈറ്റി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽസിന് എന്തറിയത്തില്ല, ഈ ഒരു കാര്യം അറിയത്തില്ല. അതായത് ഈ ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്കറിയത്തില്ല നമ്മൾ എന്തായി തീരും, വാട്ട് വിൽ ഹാവ് ഇൻ അവർ വാട്ട് വിൽ ഹാപ്പൺ ടു അവർ സെൽഫ് എന്നുള്ളത് നമുക്കറിയത്തില്ല. ഓക്കെ, സോ ഇത് കാരണം റാഷണാലിറ്റി നമുക്ക് കൈവരിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ റാഷണൽ ആവും. അതുപോലെ തന്നെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വാലിറ്റി എന്നതിലേക്ക് വരും എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നമുക്കൊരു കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നിങ്ങളാണ് ഒരു കേക്ക് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പീസ് പിന്നെ ലാസ്റ്റ് ആയിരിക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിരിക്കോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നമ്മൾ ഫസ്റ്റ് ആണ് എന്നറിയാം. അതായത് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വലിയ കേക്ക് എന്ത് ചെയ്യും, കട്ട് ചെയ്യും. വലിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ലാസ്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എല്ലാവരും എടുത്തു കഴിഞ്ഞിട്ട് ചെറിയ കുഞ്ഞു പീസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് ആണോ കിട്ടുമോ അല്ലെങ്കിൽ മിഡിലായിരിക്കോ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുവാണ്, കേക്ക് ഈക്വൽ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ലാസ്റ്റ് പീസ് കിട്ടുന്ന ആൾക്കും എന്താണ്, ആ കറക്റ്റ് ഈക്വൽ ആക്കിയതുകൊണ്ട് ഈക്വൽ പീസാണ് എല്ലാവർക്കും കിട്ടുക, അല്ലേ? അതായത് അവിടെ വലിയ പീസോ ചെറിയ പീസോ ഒന്നുമില്ലാതെ നമ്മൾ ഒരു കേക്കിനെ മൊത്തത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് ഈക്വൽ പീസായിട്ടാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നത് എന്തായിരിക്കാം, ഈക്വൽ ആയിട്ടായിരിക്കാം. ഓക്കെ, ഈ തിയറിയിലെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഡിസിഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് വേഴ്സ് ഓഫ്. അതായത് വേഴ്സ് ഓഫ് എന്ന് പറയുന്ന ഡിസഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് ഈ തിയറി മെയിനായിട്ട് നമ്മളോട് ടോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫെയർ ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദി സൊസൈറ്റി. നമ്മൾ ഈ വീൽ ഓഫ് ഇഗ്നോറൻസ് എന്ന് പറയുന്നത് കാരണം നമുക്ക് സൊസൈറ്റിയിലെ എല്ലാവർക്കും ഫെയർനെസ് അല്ലെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ ഈക്വാലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. Rational people not only consider things from the perspective of a worst, but also ensure that policies they frame must benefit the society as a whole. റാഷണൽ ആയിട്ടുള്ള ആൾക്കാർ രണ്ട് കാര്യങ്ങൾ എപ്പോഴും എൻഷുർ ചെയ്യാൻ നോക്കും. അതായത് വേഴ്സ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് കൂടി ചിന്തിക്കും. അതേപോലെ തന്നെ പോളിസീസ് എപ്പോഴും സൊസൈറ്റി മൊത്തം എന്താണ് ജസ്റ്റ് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇക്വാലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് റാഷണൽ പീപ്പിൾ ഓൾവേസ് കൺസിഡർ. ഫെയർനെസ് വുഡ് ബി ദ ഔട്ട്കം ഓഫ് റാഷണൽ ആക്ഷൻ. നമ്മൾ ഇക്വാലിറ്റി ആണ് റാഷണൽ ആക്ഷൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഈ ഒരു തിയറിയിൽ ഈക്വാലിറ്റി അല്ലെങ്കിൽ ജസ്റ്റിസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഇൻകം ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണെങ്കിലും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈക്വൽ ആയിട്ട് വേണം എന്നുള്ളതാണ് ഈ ഒരു തിയറിയുടെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ക്രിറ്റിസിസം എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്. പിന്നെ ഇത് സസ്റ്റൈനബിൾ അല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, ക്രിറ്റിസിസം. ഓക്കെ, താങ്ക് യു.